ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു പുസ്തകത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സർദാർ കെ എം പണിക്കർ എഴുതിയ കേരള ചരിത്രം എന്ന പുസ്തകമാണത്. വർഷങ്ങൾക്കപ്പുറത്ത് വായിച്ച ആ പുസ്തകം ഇന്നും എൻ്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പുസ്തകവും ദേശത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നവയാണ് എന്ന് നിസ്സംശയം പറയാം. തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഒരു ചരിത്രകാരൻ്റെ വീക്ഷണത്തിൽ എഴുതിയ പുസ്തകമാണ് സർദാർ കെ എം പണിക്കരുടെ കേരള ചരിത്രം. ഇന്ന് പ്രസിദ്ധീകരണശാലയിൽ അത് ലഭ്യം അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവിതാംകൂർ രാജഭരണം എട്ട് വീട്ടിൽ പിള്ളമാരുടെയും കുത്തകയായിരുന്ന ഒരു കാലഘട്ടം. രാജാവ് അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായി ജീവിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിനെ ഇവരിൽ നിന്നും നേടിയെടുത്ത് ശ്രീപത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാസനായി ശ്രീപത്മനാഭന് വേണ്ടി ഭരണം നടത്തിയ ഉജ്ജ്വല ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ആ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള ഒരു വേറിട്ട വായനയാണ് ഈ കൃതി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. എട്ട് വീട്ടിൽ പിള്ളമാരും തിരുവിതാംകൂറിൽ ശക്തരായിരുന്നു. ക്ഷേത്രഭരണവും രാജഭരണവും ഒരു പരിധിവരെ അവർ തന്നെയാണ് നിർവഹിച്ചത്. ഓല കൊണ്ട് മേഞ്ഞ ക്ഷേത്രം പലപ്പോഴും തീവയ്പ്പിന് ഇരയാക്കിയിരുന്നു. ക്ഷേത്രരേഖകൾ നശിപ്പിക്കുക, പണം അപഹരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. രാജാവിന് സ്വന്തമായി ഒന്നും ചെയ്യാനാകാത്ത ആ കാലയളവിൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ ചെന്ന് മറവർ പടയുടെ സഹായത്തോടെ എട്ട് വീട്ടിൽ പിള്ളമാരെയും അമർച്ച ചെയ്യുന്നു. അങ്ങനെ തിരുവിതാംകൂർ വീണ്ടെടുത്ത് ശ്രീപത്മനാഭന് കാഴ്ചവെക്കുന്നു. ഇതാണ് ചരിത്രപരമായ സംഭവം. കെ എം പണിക്കർ പറയുന്നത് സ്വന്തം നാടിനോട് കൂറില്ലാത്ത മനുഷ്യനായിരുന്നു, സ്വന്തം നാട്ടിൽ രക്തം ചിന്തിയ വ്യക്തിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്നാണ്. ശ്രീപത്മനാഭദാസനായി ഭരണം നടത്തിയെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് കെ എം പണിക്കർ മാർത്താണ്ഡവർമ്മയെ ഇത്ര നിശിതമായി വിമർശിക്കുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തിരുവിതാംകൂറിൽ രാജാവിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി അവർ രാജാവിന് സർവ്വസഹായവും ചെയ്തിരുന്നു. അവരെ ചേർത്ത് നിർത്തി രാജാവിന് ഇവരെ നേരിടാൻ സാധിച്ചില്ല എന്ന് ആണ് പണിക്കർ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിദേശ സഹായത്തോടെ രാജാവിന് ഇവരെ കീഴ്പ്പെടുത്തേണ്ടി വരില്ലായിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. പിന്നീട് രാജാവിനുണ്ടായ ചോരയും നീരുമൊഴുക്കിയവൻ, സ്വന്തം ദേശത്തോട് നാടിനോട് കൂറില്ലാത്തവൻ എന്നുള്ള ഈ പ്രസ്താവനകൾ മറികടക്കുന്നതിന് രാജാവ് കണ്ടെത്തിയ ഒരു ഉപായമാണ് രാമപുരത്ത് വാര്യരെ കൊണ്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിച്ചത് എന്നും പണിക്കർ പറഞ്ഞു വയ്ക്കുന്നു. ധാരാളം തോടുകളും പുഴകളുമുള്ള ഈ നാട്ടിൽ ആളുകൾക്ക് വളരെ പരിചിതമായ ഒന്നാണ് വള്ളപ്പാട്ടുകൾ അഥവാ വഞ്ചിപ്പാട്ടുകൾ. ആ ഈണത്തിൽ തന്നെ മാർത്താണ്ഡവർമ്മയെ ശ്രീകൃഷ്ണനാക്കിയും രാമപുരത്ത് വാര്യരെ കുചേലനാക്കിയും കൊണ്ട് ഒരു കഥ മെനഞ്ഞെടുത്തപ്പോൾ, ഒരു വഞ്ചിപ്പാട്ട് രൂപപ്പെടുത്തിയപ്പോൾ മാർത്താണ്ഡവർമ്മ ഉദ്ദേശിച്ച ലക്ഷ്യം അദ്ദേഹം സാർത്ഥകമാക്കി എന്ന് പണിക്കർ പറയുന്നു. ആധുനിക ഭരണാധികാരികൾക്ക് മുമ്പേ പോയ ഒരു ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ എന്നാണ് പണിക്കർ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. തങ്ങൾ ചെയ്യുന്ന ഹീനമായ കാര്യങ്ങളെ, തങ്ങൾ ചെയ്യുന്ന അനീതിയുടെ കാര്യങ്ങളെ പൊതുസമൂഹം അറിയാതിരിക്കുന്നതിന് വേണ്ടി പുകഴ്ത്തുപാട്ടുകൾ എഴുതുന്ന ആധുനിക തലമുറയ്ക്ക് മാർത്താണ്ഡവർമ്മ ഒരു മുൻഗാമിയായിരുന്നു എന്ന് പണിക്കർ ഇവിടെ സംശയിക്കുകയാണ്. ചുരുക്കത്തിൽ ഓരോ പുസ്തകങ്ങളും പുതിയ പുതിയ ആശയങ്ങളുടെ, ചിന്തകളുടെ വലിയ ഒരു ചക്രവാളം നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ്. തത്വചിന്തകൾ, കവിതകൾ, കഥകൾ, ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, ഇങ്ങനെ പല സ്രോതസ്സിൽപ്പെട്ട കൃതികൾ വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ സരളവും സർഗാത്മകവുമാക്കുവാൻ നമുക്ക് സാധിക്കും. വായനാ ദിനത്തിൽ വായനയുടെ വിവിധ മേഖലകൾ കണ്ടെത്തുവാനും
വിവിധ കൃതികളെ പരിചയപ്പെടുവാനും അവ വരികൾക്കിടയിലൂടെ വായിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.